പ്രൈസ് ലോർഡ്. 2008 എൻ്റെ വിവാഹം നടന്നത്. ആം, ഞാനും എൻ്റെ വൈഫും നിഷ. ഞങ്ങൾ 2008 വിവാഹത്തിന് ശേഷം അന്നേരത്തേക്ക് എനിക്കൊരു 30 വയസ്സ് ഉണ്ടായിരുന്നു. അപ്പം ആദ്യത്തെ ഒരു വർഷം ഞങ്ങൾ തീരുമാനിച്ചു, നമുക്ക് ഒരു വർഷമൊക്കെ കഴിഞ്ഞിട്ട് കുഞ്ഞുങ്ങൾ മതി. അപ്പം ആ ഒരു ആലോചനയിലായിരുന്നു മുമ്പോട്ട് പോയത്. പക്ഷേ ഒരു വർഷത്തിന് ശേഷം, 1.5 വർഷം ശേഷം ഞങ്ങളൊരു കുഞ്ഞിന് വേണ്ടിയിട്ട് പരിശ്രമിച്ചു, ദൈവത്തോട് പ്രാർത്ഥിച്ചു. പക്ഷേ ഒന്നും സംഭവിച്ചില്ല. 2 വർഷമായി, 3 വർഷമായി. അന്നേരത്തേക്കും വീട്ടുകാരുടെയും ഒക്കെ ഒരു പ്രഷർ വന്നു. ഇതെന്തുവാ കുഴപ്പം? അപ്പോൾ ഡോക്ടേഴ്സിൻ്റെ അടുത്ത് പോയി. അങ്ങനെ വലിയ കുഴപ്പങ്ങളൊന്നും അവർ പറഞ്ഞില്ല. കൗണ്ടിൻ്റെ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് എന്നുള്ളതല്ലാതെ മറ്റൊന്നും പറഞ്ഞില്ല. എന്തായാലും മെഡിക്കേഷനൊക്കെ സ്റ്റാർട്ട് ചെയ്തു. അപ്പം കൂടുതലും മെഡിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വൈറ്റമിൻ, പിന്നെ ന്യൂട്രീഷ്യൻസും ഒക്കെ ആയിട്ടുള്ള എക്സസൈസ് പറഞ്ഞു. അങ്ങനെ അങ്ങ് തുടർന്ന് പോയി. പല ഡോക്ടേഴ്സിനെയും കണ്ടു. അലോപ്പതി, ആയുർവേദം, പിന്നെ ഹോമിയോപ്പതി, അങ്ങനെ പല ഇതും കണ്ടു. ഒരു 4 വർഷമായി, 5 വർഷമായി ഒന്നും സംഭവിച്ചില്ല. എന്നിരുന്നാലും ഞങ്ങൾ വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന സമയത്തും ഒരു 5 വർഷത്തിന് മുമ്പ് തന്നെ ഞങ്ങളൊരു കാര്യം ചെയ്തു. വിശ്വാസം ഉണ്ടായിട്ട് മാത്രം കാര്യമില്ലല്ലോ, അത് നമുക്ക് പ്രവൃത്തിയിൽ കാണിക്കുകയും വേണം. അപ്പോൾ ഉണ്ടാകാൻ പോകുന്ന കുഞ്ഞുങ്ങൾ, അവർ ആണായാലും പെണ്ണായാലും, അവരുടെ പേരുകൾ ഞങ്ങൾ ബൈബിളിൽ എഴുതി വെച്ചു. എന്നിട്ട് ദിവസവും അതിനെപ്പറ്റി പ്രാർത്ഥിക്കാൻ തുടങ്ങി. ആ പേര് പറഞ്ഞ് പ്രാർത്ഥിക്കാൻ തുടങ്ങി. പക്ഷേ ഒരു 7 വർഷം, 8 വർഷം, 9 വർഷം ഒക്കെ കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് തന്നെ സംശയമായി, ഇനി ഇതാണോ ദൈവഹിതം? മക്കൾ ഉണ്ടാകത്തില്ലായിരിക്കാം. പലരും പറഞ്ഞു, ദത്തെടുക്കുന്ന കാര്യം ആലോചിക്കുക. എന്തായാലും ഞങ്ങളുടെ കുടുംബത്തിൽ, അതായത് പപ്പയുടെ ഫാമിലിയിലൊക്കെ പല തലമുറകളിൽ ചില ആളുകൾക്കൊക്കെ കുഞ്ഞുങ്ങളില്ലായിരുന്നു. അപ്പോൾ ശാപമായിരിക്കാം എന്നൊക്കെ ചിലർ പറഞ്ഞു. പക്ഷേ ഞങ്ങൾ പറഞ്ഞു, ഞങ്ങൾ ക്രിസ്തു യേശുവിൽ വിശ്വാസത്തിൽ വന്നവരാണ്, ഞങ്ങൾ വീണ്ടും ജനനം പ്രാപിച്ചവരാണ്. അപ്പോൾ ആ ശാപത്തിൻ്റെ എല്ലാ ചങ്ങലകളും നുകങ്ങളും തകർന്നു പോയി. എന്തായാലും അങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് വളരെ വിഷമായിരുന്നു ഞങ്ങൾക്ക്. നാട്ടിലൊക്കെ, ഞങ്ങൾ ഡൽഹിയിലായിരുന്നു താമസിച്ചിരുന്നത്, ഞാനും എൻ്റെ വൈഫും. അപ്പോൾ ഞങ്ങൾ ഒറ്റപ്പെട്ടു. നാട്ടിലേക്ക് വിളിക്കാൻ പേടി, നാട്ടിലേക്ക് പോകാൻ പേടി. കാരണം വിളിക്കുമ്പോഴെല്ലാം ചോദ്യം ഇതാ, എന്തെങ്കിലും ആയോ? ഇനി ആരെങ്കിലും, നിങ്ങൾ ഒരു കാര്യം ലീവ് എടുത്ത് നാട്ടിൽ പോവാം, ഇവിടെ വേറെ നല്ല ഡോക്ടേഴ്സ് ഉണ്ട്, ഇവരെ നമുക്ക് കാണിക്കാം, ഇന്ന സ്ഥലത്ത് പോയാൽ മതി, അല്ലെങ്കിൽ മറ്റൊരു സ്ഥലത്ത് പോയാൽ മതി, അതിന് പൈസ മുടക്കുവാൻ തയ്യാറാണെങ്കിൽ ഇന്ന തരത്തിലുള്ള ഒരു ചികിത്സയുണ്ട്. അങ്ങനെ പലതരത്തിലുള്ള ചോദ്യങ്ങളും അഭിപ്രായങ്ങളും എല്ലാം. ഞങ്ങൾ പല ചടങ്ങുകളിൽ ഞങ്ങൾ പോകാറില്ലായിരുന്നു. കാരണം മക്കളില്ലാത്തവർ ചെന്ന് കഴിയുമ്പോൾ, ഒരു ദമ്പതികൾ ചെന്ന് കഴിയുമ്പോൾ മറ്റൊരു ഭാവത്തിലാണ് നോക്കുന്നതൊക്കെ. അത് ഇന്നും ഉണ്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷെ ഞങ്ങൾക്കത് അനുഭവത്തിൽ ഞങ്ങളിത് അറിഞ്ഞ കാര്യങ്ങളാണ്, കണ്ട കാര്യങ്ങളാണ്, അനുഭവിച്ച കാര്യങ്ങളാണ്. അപ്പോൾ എന്തായാലും ആ ഒരു അവസ്ഥയിൽ അങ്ങനെ ഞങ്ങൾ തുടർന്ന് പോകുമ്പോൾ എന്തായാലും ദൈവത്തിൻ്റെ അനുഗ്രഹം പോലെ ഞങ്ങൾ വിശ്വാസത്തിലായിരുന്നു. ഞങ്ങൾ ഇടയ്ക്കൊക്കെ വിശ്വാസത്തിൽ ക്ഷീണിച്ച് ഇരുന്നെങ്കിലും ഞങ്ങൾ ആ പേരുകൾ എന്നും കുഞ്ഞുങ്ങളുടെ പേരുകൾ പറഞ്ഞ് പ്രാർത്ഥിക്കുമായിരുന്നു. അപ്പോൾ 2008 വിവാഹം നടന്നത്. പിന്നീട് 2018 ഞങ്ങൾക്ക് മനസ്സിലായി വൈഫ് ഗർഭിണിയാണ്. അങ്ങനെ അത് കൺഫേമായി. ആദ്യത്തെ ഒരു 3 മാസക്കാലം ഞങ്ങൾ ആരോടും പറഞ്ഞില്ല, പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ദൈവഹിതം പ്രകാരം ഒരു കുഞ്ഞ് തന്നു. അപ്പോൾ പിന്നെ ഊനമില്ലാത്തൊരു കുഞ്ഞ് ലഭിക്കാനായിട്ട് ഞങ്ങൾ പ്രാർത്ഥിച്ചു. കാരണം 10 വർഷത്തോളമായി. അപ്പോൾ ആളുകൾ പറഞ്ഞു തുടങ്ങി,
ചിലപ്പോൾ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാലോ, അപ്പം എല്ലാ വിധത്തിലുള്ളതായ പരിശോധനകൾ, മരുന്നുകൾ ഒക്കെ നോക്കണം. എന്തായാലും ഞങ്ങൾ വിശ്വസിച്ച് പ്രാർത്ഥിച്ചു. 2018 നവംബർ മാസം 6-ാം തീയതി ഞങ്ങൾക്ക് ആരോഗ്യവാനായ ഊനമില്ലാത്ത ഒരു തലമുറയെ ദൈവം തന്ന് അനുഗ്രഹിച്ചു. അത് കഴിഞ്ഞ് 2022 ഏപ്രിൽ മാസം 6-ാം തീയതി ഞങ്ങൾക്ക് രണ്ടാമത് ഒരു തലമുറ കൂടി തന്നു. ഒരു ആൺകുഞ്ഞിനെ കൂടി ദൈവം തന്നു. അങ്ങനെ 2 ആൺകുഞ്ഞുങ്ങൾ ഞങ്ങൾ വിശ്വസിച്ച് പ്രാർത്ഥിച്ചിരുന്ന ആ പേരുകൾ തന്നെ 2 കുഞ്ഞുങ്ങൾക്ക് ഞങ്ങൾ ഇട്ടു. ആദ്യത്തെ കുഞ്ഞിന് സ്റ്റീഫൻ എന്ന പേര് വെച്ചാണ് ഞങ്ങൾ പ്രാർത്ഥിച്ചത്. പിന്നീട് ഒരു മോഡേൺ പേരായിക്കോട്ടെ എന്ന് വെച്ച് ഒരു സ്റ്റീവൻ എന്നുള്ള അതിനോട് താതാത്മ്യമായിട്ടുള്ള ഒരു പേര് തന്നെ, സ്റ്റീവൻ എന്നുള്ള പേര് തന്നെ ഇട്ടു. രണ്ടാമത്തെ കുഞ്ഞിന് ആ പേര് തന്നെ, ഞങ്ങൾ പ്രാർത്ഥിച്ചിരുന്ന പേര് തന്നെ, സാമുവൽ എന്ന പേര് തന്നെ. അപ്പോൾ ഒരാൾ പുതിയ നിയമത്തിൽ നിന്നും ഒരാളുടെ പേര് പഴയ നിയമത്തിൽ നിന്നുമാണ്. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, ഇത് എൻ്റെ ഒരു ചെറിയ ടെസ്റ്റിമണിയാണ്. ഏതെങ്കിലും ദമ്പതികൾ ഈ എൻ്റെ ശബ്ദം കേൾക്കുന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് നിങ്ങൾ പ്രാർത്ഥനയിൽ മടുത്തു പോകരുത് എന്ന് പറയാനായിട്ടാണ് ഞാൻ ഈ ടെസ്റ്റിമണി റെക്കോർഡ് ചെയ്തത്. പറയാനായിട്ടാണെങ്കിൽ ഒത്തിരിയുണ്ട്, പക്ഷേ വളരെ ചുരുക്കം ചില വാക്കുകളിൽ ഞാൻ പറയുന്നത്, ദൈവം ഒരു വാഗ്ദത്തം നമുക്ക് തന്നിട്ടുണ്ട്. തലമുറകളെ തരും എന്നുള്ളതായ വാഗ്ദത്തം തന്നിട്ടുണ്ട്. ആ വാഗ്ദത്തം നമുക്ക് മുറുകെ പിടിച്ചുകൊണ്ട് ആ പേരുകൾ, കുഞ്ഞുങ്ങളുടെ പേരുകൾ നിങ്ങൾ വിശ്വാസത്താൽ എഴുതി വച്ച് പ്രാർത്ഥിക്കുക. എലിസബത്തിന് കുഞ്ഞിനെ നൽകിയ ദൈവം, അബ്രഹാമിന് കുഞ്ഞിനെ നൽകിയ ദൈവം, അങ്ങനെ ഒത്തിരി ഉദാഹരണങ്ങൾ നമ്മൾ വേദപുസ്തകത്തിൽ നിന്ന് വായിക്കുന്നുണ്ട്. എന്നാൽ ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് വിശ്വാസികളായ മക്കളില്ലാത്ത ദമ്പതികൾക്ക് ദൈവം പിന്നീട് മക്കളെ നൽകി അനുഗ്രഹിച്ചിട്ടുണ്ട്. 10 വർഷം, 8 വർഷം, 15 വർഷം, 18 വർഷം, 20 വർഷമൊക്കെ കഴിഞ്ഞിട്ടും കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചിരുന്ന ദമ്പതികൾക്ക് ദൈവം കുഞ്ഞുങ്ങളെ നൽകി അനുഗ്രഹിച്ചിട്ടുണ്ട്. അപ്പോൾ വിശ്വാസത്തിൽ മടുത്തു പോകരുത്, പ്രാർത്ഥന മുടക്കരുത്. അനുഗ്രഹം ലഭിക്കുന്നത് വരെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. ദൈവം നിങ്ങളെ തീർച്ചയായും അനുഗ്രഹിക്കും. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു. ആമേൻ.